ഗൈസ് ഇത് കാണുന്നുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ദാ മഴ വന്നിട്ട് ദാ തോട്ടെല്ലാം ദാ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ തോട് നോക്കാലിട്ട് ഇറങ്ങിയതാണ്. തോട്ടിൽ ഉപ്പ് നോക്കിയിട്ടില്ല, നല്ല വെള്ളമുണ്ട്. അങ്ങനെ വെള്ളം നോക്കാലിട്ട് വന്നിട്ടാകുമ്പോൾ ദാ കണ്ട കാഴ്ചയാണതാ ഞങ്ങളെ തോട്ടെല്ലാം. ഇത് പള്ളിയിലത്തെ തോട്ടാവേ, പള്ളിത്തോട്ടെല്ലാകെ വെള്ളമായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഫുള്ള് വെള്ളം കാണുന്നുണ്ടോ? ഫുള്ള് വെള്ളം. ഇനി നമുക്ക് തോട് നോക്കിയിട്ട് വരാം. പള്ളിത്തോട്ടല്ലേ ആ തോട് കാണുന്ന, അതാണ് ഗൈസ് തോട്. എൻ്റെ അല്ലാ, ചൂബൂ, ഇവിടെയാണ് ഗൈസ് ഞങ്ങൾ തുണി അലക്കാൻ വന്നോണ്ടിരുന്നത്. ഇപ്പൊ നോക്കൂ, യോ റബ്ബേ, കാണുന്നുണ്ടോ? ഞങ്ങളെ തോടാണ് ഗൈസ്, തോട് കാണുന്നോ? അപ്പോൾ രാവിലെ തന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒരു 7 മണി 7 കാലായപ്പോൾ ഇറങ്ങിയതാണ്. ഒറ്റയ്ക്ക് വരാൻ ഉമ്മക്ക് പേടിയായതുകൊണ്ട് കുട്ടിയും ഞാനും കൂടി വന്നതാണ് നോക്കാൻ. ഉമ്മല് നല്ലോണം വെള്ളമുള്ളത് കൊണ്ട് നമുക്ക് പോവാൻ പേടിയാന്ന്, നീയും കൂടി വാന്ന്. അങ്ങനെ നോക്കാൻ വന്നതാണ് ഗൈസ്. അവസ്ഥ കണ്ടോ? എൻ്റെ അല്ലാ, അത്രയും നല്ല മഴയായിരുന്നു നാട്ടിൽ. ഈ 2-3 ദിവസമായിട്ട് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. ഞങ്ങൾ തോട് കണ്ടോ? പക്ഷേ ഞാൻ ഫസ്റ്റ് ഇതിൽ വെള്ളം ആയപ്പോൾ ഞാൻ അന്ന് ഒരു നനക്കാൻ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നിച്ച് ഞാൻ ആഡ് ചെയ്യാം. ഞാൻ ഡിലീറ്റ് ആക്കി കാണുമെന്നാണ് വിചാരിക്കുന്നുള്ളത്. ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷേ ഇതാ വെള്ളം കണ്ടിട്ട് എനിക്ക് ഈ വീഡിയോ എടുക്കുന്നത് വൈൻഡപ്പാക്കാനും മനസ്സിൽ വരുന്നില്ല, കണ്ടിട്ട് അതിശയത്തോട്. അതോടൊപ്പം തന്നെ അതാ തോട്ടവും കണ്ടോ? തോട്ടം, ഓ ഇതെല്ലാവരും കാണണം ഗൈസ്, കാണണം. ഇതിൽ കാണുന്നോ? അവിടുന്നാണ് ശക്തമായി പോരുന്നത് വെള്ളം. എനിക്ക് അപ്പുറത്തെ പോയി വീഡിയോ എടുക്കാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ വീഡിയോ എടുത്ത് ഒപ്പിക്കലാണ്. ഹലോ, ഫോണ് ഞാൻ ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. എവിടെയാനും കൈത്തട്ടി വീണാൽ എൻ്റെ ഫോണ് പോവും, ചാനൽ പോവും. അപ്പം ഞാൻ അത്ര വലിയ റിസ്ക് എടുക്കാനുള്ള താല്പര്യമില്ല എനിക്ക്. അപ്പം ഞാൻ നോക്കിയിട്ട് പോകുന്നതാണ്. ഉമ്മക്ക് തല തിരിയുന്നല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കുന്നതാണ്. എല്ലാവർക്കും കണ്ടെന്ന് വിചാരിക്കുന്നത്, തോട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്യട്ടോ. അപ്പോൾ ഇത് മുകളിൽ കാണുന്ന മലയാണ്. അപ്പുറത്ത് പോയിട്ട് വീഡിയോ എടുത്തരാന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് പേടിയാണ് ഈ വെള്ളമെല്ലാം കാണുമ്പോൾ അപ്പുറത്ത് പോവാൻ. അപ്പോൾ ഇൻഷാ അല്ലാ വെള്ളമെല്ലാം കുറഞ്ഞിട്ടാകുമ്പോൾ ഞാൻ എടുക്കാം വീഡിയോ. ഒരു തവണ ഞാൻ ഇട്ടിട്ടുണ്ട്, മലയും തോടും എല്ലായിട്ട് ഇട്ടിട്ടുണ്ട്, വയലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് പോകാൻ അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാനുള്ള ഇതില്ല, ശേഷിയില്ല. ഓക്കെ, അപ്പോൾ അതാ ഇനി വീട്ടിൽ പോയിട്ട് വേണം ചായക്ക് ഉണ്ടാക്കാൻ. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഞാൻ കുഞ്ഞു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. കുഞ്ഞു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. രാവിലെ തന്നെ ഉമ്മ വിളിച്ച് ഒരു ഗ്ലാസ് കട്ടൻ ചായം കുടിച്ചിട്ട് ഇതാ ഞാൻ വന്നതാണ്. ഇതൊന്ന് നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഈ വെള്ളം മാറിയിട്ട് എപ്പോഴാണ് ഞങ്ങൾ ഇനി തുണിയൊക്കെ അലക്കാൻ വരുന്നത്. ഇവിടെ തുണി അലക്കി എത്ര സുഖം വീട്ടിൽ അലക്കിയാൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടത്തേക്ക് ഓടി വരുന്നതാണ്. വീട്ടിൽ എന്തോ മടിയാണ്. ഇവിടെ നനച്ചിട്ട് ശീലമായതുകൊണ്ട് വീട്ടിൽ നനക്കാനായിട്ട് ഭയങ്കര മടി. ഇവിടെ വരാമെന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ്. ഇനി 2 ദിവസത്തെ തുണിയൊക്കെ ഉണ്ട് അലക്കിയെടുക്കാൻ. ഇപ്പം നേരെ പോയി ഞാൻ തുണിയൊക്കെ അലക്കട്ടെ. ഇനി ഇവിടെ ഒരാഴ്ച കഴിയണം ഇനി ഇവിടേക്ക് വരണമെങ്കിൽ. മഴ കുറഞ്ഞെങ്കിൽ ഒരാഴ്ച, അല്ലെങ്കിൽ ഇൻഷാ അല്ലാ. തോട്ടാണ് ഗൈസ്. എന്താ ഇപ്പുറത്തെ സൈഡ് തോട്ടമുണ്ട്. ഇവിടത്തേക്ക് ഭാഗ്യം വെച്ചിട്ട് വെള്ളമൊന്നും കയറിയില്ല. എന്താ ഇത് ഇവിടത്തേക്ക് മാത്രം ഒരു സൈഡ് മാത്രം. ഇപ്പം ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോൾ അടുത്ത സൈഡുള്ള തോട്ടത്തിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. വലതു ഭാഗത്തുള്ള സൈഡ് തോട്ടത്തിലേക്ക് വെള്ളം കയറിയിട്ടില്ല. ഇതാണ് എൻ്റെ രാവിലത്തെ വിശേഷം. ഞാൻ ഈ വെള്ളം കണ്ടത് ഞെട്ടിപ്പോയി ഗൈസ്, ഞെട്ടി. ഞാൻ ഇത്ര നല്ല വിചാരിച്ചത്. അപ്പോൾ അത്ര നല്ല മഴയായിരുന്നല്ലോ നാട്ടിൽ. എൻ്റെ എല്ലാ ഫ്രണ്ട്സ് ഇത് കാണണം. ഞങ്ങളെ നാട്ടിലൊരു തോടും വയലൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ഉറങ്ങി എണീറ്റ് ഉമ്മ വിളിച്ചപ്പോൾ പെട്ടെന്ന് തോട്ടിലേക്ക് വന്നത്.
അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഓടി വന്നത്. അപ്പോൾ നിങ്ങളും വെയിറ്റിംഗ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട്. ഞങ്ങളെ തോട് കാണാൻ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാം വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അവർക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇനി 2 കുളം കൂടിയുണ്ട്, അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ കുളം നോക്കിക്കോ നിങ്ങൾ. കുളത്തിൻ്റെ ഫുള്ളായിട്ട് വെള്ളമുണ്ട്, മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ മോളാമറ്റും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പേടിച്ച് വരച്ചേനെ, അത്രയും വെള്ളമാണ്. കടന്നോ. പിന്നൊരു കുളം കൂടിയുണ്ട്, ഇതാ ഒരു കുളം, ഫുൾ വെള്ളം. ഈ കുളത്തുനിന്നും തോന്നുന്നു തോട്ടത്തിലേക്ക് വെള്ളം പോയത്. അന്നൊരു ഇതുണ്ട് എനിക്ക് തോന്നല്, അത് തോട്ടം കഴിഞ്ഞിട്ടൊരു ഗണ്ടി ഉണ്ട് അവിടെ, ഒരു ഗണ്ടി കാണുന്നുണ്ടോ? അതിൽ കൂടിയിട്ടായിരിക്കും തോട്ടത്തിലേക്ക് വെള്ളം കയറിയത്, പിന്നെ അറിയൂല. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന വീട്ടിലെത്തിയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. ബായ്.